ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ജോയിന്റ് അഡ്മിഷൻ ടെസ്റ്റ് ഫോർ മാസ്റ്റേഴ്സ് ജാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ആയിട്ടുള്ള IITs അവർ അവരുടെ മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് അല്ലെങ്കിൽ PG പ്രോഗ്രാമിനായിട്ട് കോമൺ ആയി ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്കായിട്ട് നടത്തുന്ന എക്സാമിനേഷനാണ് ജാം എക്സാമിനേഷൻ. പ്രധാനമായും എല്ലാ വർഷവും ജനുവരി മാസങ്ങളിലാണ് ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടാവുക. എല്ലാ സബ്ജക്റ്റിനായിട്ടും അവർ ഈ ഒരു എക്സാമിനേഷൻ നടത്തുന്നു. നമ്മൾ അപ്പോൾ ഈ വീഡിയോയിലൂടെ മാത്തമാറ്റിക്സ് ജാം മാത്തമാറ്റിക്സിൻ്റെ എക്സാമിനേഷൻ എന്തൊക്കെയാണ്, ആ എക്സാമിനേഷൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിനോടൊപ്പം തന്നെ 2025 ജാം മാത്തമാറ്റിക്സിൻ്റെ ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ഒന്ന് സോൾവ് ചെയ്യാനും കൂടെ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുകയാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നതാണ് 2025 ജാം മാത്തമാറ്റിക്സ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ തുടക്കത്തിൽ എക്സാമിനേഷൻസിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവർ പറയുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ 100 മാർക്കിനാണ് ഈ ഒരു എക്സാമിനേഷൻ നടക്കുക. 60 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ക്വസ്റ്റ്യൻ പേപ്പറിനെ 3ആയിട്ട് തിരിച്ചിരിക്കുന്നു. സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി. സെക്ഷൻ എയിൽ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, സെക്ഷൻ ബിയിൽ MSQ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, സെക്ഷൻ 3യിൽ സിയിൽ NAT ടൈപ്പ് ക്വസ്റ്റ്യൻസ്. സോ സെക്ഷൻ 2ൽ MCQയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ 1 മുതൽ 30 വരെയുള്ള ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ 1 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 മാർക്കും 11 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസിന് 2 മാർക്കുമാണ് ഉണ്ടാവുക. അതിനോടൊപ്പം തന്നെ ഈ ക്വസ്റ്റ്യൻസുകൾക്ക് റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്കുമുണ്ട്. നെഗറ്റീവ് മാർക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് ഈ ഒരു 3 സെക്ഷൻസ് പരിശോധിച്ചതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. ദെൻ സെക്ഷൻ ബിയിൽ MSQ ടൈപ്പ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സെലക്ട് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യവും സെക്ഷൻ എയിലെ പോലെ തന്നെ ഒരു ചോദ്യവും 4 ഓപ്ഷൻസും, സെക്ഷൻ ബിയിലും ഒരു ചോദ്യവും 4 ഓപ്ഷൻസും, സെക്ഷൻ ബിയിലെ ആ 4 ഓപ്ഷൻസിൽ ഒന്നിൽ കൂടുതൽ ആൻസറുകൾ വേണമെങ്കിൽ ശരിയാവാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ നമ്പർ 31ൻ്റെ ഓപ്ഷൻസ് ABCDയിൽ എയും സിയുമാണ് ആൻസറെങ്കിൽ നമ്മൾ കൃത്യമായി എയും സിയും മാർക്ക് ചെയ്യണം. ഓക്കെ, എ മാത്രം മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മാർക്ക് കിട്ടില്ല, പാർഷ്യൽ മാർക്ക് കിട്ടില്ല. സി മാത്രം മാർക്ക് ചെയ്തുകൊണ്ട് പാർഷ്യൽ മാർക്ക് കിട്ടില്ല. എയും സിയും കൃത്യമായിട്ട് മാർക്ക് ചെയ്താലാണ് നമുക്ക് കൃത്യമായിട്ട് ആ ചോദ്യത്തിന്റെ മാർക്ക് നമുക്ക് കിട്ടുക. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 31 മുതൽ 40 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിലുണ്ടാവുക. 2 മാർക്കാണ് ഓരോ ചോദ്യങ്ങൾക്കും ഉണ്ടാവുക. അങ്ങനെ 20 മാർക്ക് നമുക്ക് അവിടുന്ന് കവർ ചെയ്യാനായിട്ട് സാധിക്കും. സെക്ഷൻ സിയിൽ NAT ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, എന്ന് വെച്ചാൽ ന്യൂമറിക്കൽ ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ 41 മുതൽ 50 വരെ ക്വസ്റ്റ്യൻ 41 മുതൽ 60 വരെ ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിലുണ്ടാവുക. 41 മുതൽ 50 വരെയുള്ള ക്വസ്റ്റ്യൻസിന് 1 മാർക്കും 51 to 60 ഉള്ള ക്വസ്റ്റ്യൻസിന് 2 മാർക്കുമാണ് ഉണ്ടാവുക. അവിടെ നമുക്ക് ഓപ്ഷൻസ് ഇല്ല. നമ്മൾ ഓൺലൈനായിട്ടാണ് ഈ എക്സാമിനേഷൻ നടത്തുക. അപ്പം നമ്മുടെ കമ്പ്യൂട്ടറിൽ ഒരു വെർച്വൽ കാൽക്കുലേറ്റർ ഉണ്ടാവും. ആ കാൽക്കുലേറ്ററിന്റെ സഹായത്തോടെ ന്യൂമറിക്കൽ ആയിട്ടുള്ള ആൻസറുകൾ നമുക്ക് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് നമുക്ക് കൊടുത്ത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് 3 സെക്ഷൻസ് ഉണ്ടാവുക: സെക്ഷൻ എ, സെക്ഷൻ ബി, സെക്ഷൻ സി, MCQ, MSQ, NAT. ദെൻ അതിനുശേഷം നെഗറ്റീവ് മാർക്കുകളെ പറ്റി നമുക്കൊന്ന് നോക്കാം. സെക്ഷൻ എയിലും സെക്ഷൻ ബിയിലും നെഗറ്റീവ് മാർക്സുകളുണ്ട്. അതിനകത്ത് 1 മാർക്ക് കിട്ടുന്ന, നമുക്കറിയാം സെക്ഷൻ എയിൽ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും ചോദ്യങ്ങളുണ്ട്. എങ്ങനെയായാലും 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് മൊത്തത്തിൽ 1/3 മാർക്കാണ്, 1/3 മാർക്കാണ് നേറ്റീവിൽ പോവുക. 2 മാർക്കിൻ്റെ ആയാലും 2 മാർക്കിൻ്റെ 1/3 ഭാഗം, അതായത് 2/3 പാർട്ടാണ് റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്കായിട്ട് നമുക്ക് പോവാം. ദെൻ പാർഷ്യൽ ആൻസറിങ്ങിന് നെഗറ്റീവ് മാർക്കൊന്നുമില്ല, ഒറിജിനൽ മാർക്കുമില്ല. ഓക്കെ. ദെൻ സെക്ഷൻ സിയിൽ NAT ടൈപ്പിൽ നെഗറ്റീവ്
ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയ. ദെൻ മറ്റ് ഉപകരണങ്ങളൊന്നും നമുക്ക് ആസ് യൂഷ്വൽ പരീക്ഷാ ഹാളിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് കാൽക്കുലേഷനായിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള വെർച്വൽ കാൽക്കുലേറ്റർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, 2025 ക്വസ്റ്റ്യൻ പേപ്പർ. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ തുടക്കത്തിൽ നമ്മൾ ഈ കണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ മാത്തമാറ്റിക്സിലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചില നൊട്ടേഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, ഇൻറ്റീജേഴ്സ്, അതുപോലെ സെഡ്, റിയൽ നമ്പേഴ്സ്, പിന്നെ ചില ഫങ്ഷൻസ്, കോമ്പോസിഷൻ, ഡെറിവേറ്റീവ് തുടങ്ങിയിട്ടുള്ള പാർഷ്യൽ ഡെറിവേറ്റീവിൽ അവസാനിക്കുന്ന കുറച്ച് ബേസിക് നൊട്ടേഷൻസ് അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ ഇതൊക്കെയാണ് എക്സാമിനേഷൻ്റെ ബേസിക് ആയിട്ടുള്ള റൂൾസും അതേപോലെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള നൊട്ടേഷൻസും ഒക്കെ അവർ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. ദെൻ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാനായിട്ട് സാധിക്കും ABC. ദെൻ ഇതിനകത്ത് നമ്മൾ ഈ വീഡിയോയിലൂടെ നമ്മൾ ഈ 2025 ക്വസ്റ്റ്യൻ പേപ്പർ ആണിത്. ഇതിലെ ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുകയാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ സീരീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യനും 4 ഓപ്ഷൻസ്. ക്വസ്റ്റ്യൻ നമ്പർ 1 പറയുന്നത് the sum of the infinite series summation n equal to 1 to infinity minus 1 power n plus 1 pi power 2n plus 1 by 2 raised to 2n plus 1 into 2n factorial is equal to, അതായത് തന്നിരിക്കുന്ന സീരീസിന്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. -π, π/4, π/2, -π/4. അപ്പോൾ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. Sum of the series summation n equal to 1 to infinity minus 1 power n plus 1 pi power 2n plus 1 2 raised to 2n plus 1 into 2n factorial. അപ്പോൾ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡിനോമിനേറ്ററിൽ ഒരു 2n ഫാക്ടോറിയൽ അല്ലെങ്കിൽ ഫാക്ടോറിയലിന്റെ ടേംസ് ഉണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന ബേസിക് ആയിട്ടുള്ള സീരീസ്, നമുക്ക് ഫാക്ടോറിയൽ ഒക്കെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന e⁻x എന്ന് പറയുന്ന സീരീസ് നമുക്ക് കൺസിഡർ ചെയ്യാം. നമുക്കറിയാം e⁻x എന്ന് പറയുന്നത് 1 plus x by 1 factorial plus x square by 2 factorial plus x cube by 3 factorial എന്ന് പറഞ്ഞാണ് നമുക്ക് e⁻xന്റെ സീരീസ് പോകുന്നത്. അതിൽ നിന്ന് നമുക്ക് cos x അതേപോലെ sin x തുടങ്ങിയിട്ടുള്ള സീരീസുകൾ നമ്മൾ എഴുതിയിട്ടുണ്ട്. ദെൻ cos x എന്ന് പറയുന്നത് 1 minus x square by 2 factorial plus x raised to 4 by 4 factorial plus etc. എന്നും sin x x minus x cube by 3 factorial plus x power 5 by 5 factorial plus etc. എന്ന് പറയുന്ന മൈനസ് എക്സെട്ര എന്ന് പറയുന്ന ഈ 2 ഓൾട്ടർനേറ്റിംഗ് സീരീസ് ആണ് വരിക. ഓക്കെ, ദെൻ അതിൽ നമുക്ക് ഈ ഒരു cos xന്റെ സീരീസ് നമുക്ക് കൺസിഡർ ചെയ്യാം. cos xന്റെ സീരീസ് 1 minus x square by 2 factorial x power 4 by 4 factorial അങ്ങനെയാണ്. ഇതിനകത്തുനിന്ന് നമുക്ക് ഈ 1 cos x നെ നമുക്ക് ഒരിടത്ത് നിർത്തിയിട്ട് അല്ലെങ്കിൽ 1 minus cos x നെ നമുക്ക് എഴുതാം. 1 minus cos x, അതായത് ഈ 1നെ ഈ സീരീസിന് ഇതിന് ഇങ്ങോട്ടുള്ള ഭാഗം നമ്മൾ ലെഫ്റ്റിലേക്ക് കൊണ്ടുവരുന്നു, cos x നെ റൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം നമുക്ക് റൈറ്റ് സൈഡിൽ 1 minus cos x വരും. ദെൻ മറ്റേ വശത്ത് നമുക്ക് അതർ സൈഡിൽ x square by 2 factorial minus x raised to 4 by 4 factorial plus x raised to 6 by 6 factorial എന്ന് നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കും. 1നെയും അവിടെ നിർത്തി cos x നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി സീരീസിന്റെ ബാക്കി പാർട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഒന്ന് റീറൈറ്റ് ചെയ്ത് എഴുതാം. സമ്മേഷൻ n equal to 1 to infinity minus 1 power n plus 1 x raised to 2n by 2n factorial. കറക്റ്റ് അല്ലേ? എന്നിന് 1 കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ +1 വരും. ദെൻ x സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. പിന്നെ എന്നിന് 2 കൊടുക്കുമ്പോൾ നെഗറ്റീവ് വരും ഇവിടെ. ദെൻ x റേസ് ടു 4 by 4 ഫാക്ടോറിയൽ എക്സെട്ര എന്ന് വരും. മുകളിലത്തെ സീരീസിനെ നമുക്കിങ്ങനെ സമേഷൻ ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാം. ദെൻ ഇനി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരിക. ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന സീരീസ് ഇതാണ്.
summation -1 raised to n plus 1 x 5 power 2n plus 1 by 2 power 2n plus 1 into 2 factorial. അപ്പോൾ അതിനെ നമുക്ക് summation n equal to 1 to infinity -1 power n plus 1 pi by 2 raised to 2n by 2n factorial and outside there is a pi by 2. Okay. അതായത് പൈ പവർ 2n plus 1 ആണ് മുകളിൽ. അപ്പൊ അതിനകത്തുനിന്ന് ഒരു പയ്യും ഡിനോമിനേറ്ററിലെ 2 raised to 2n plus 1 ഒരു 2ഉം പുറത്തെടുത്ത് നമുക്ക് ഔട്ട്സൈഡ് പൈ ബൈ 2 വരും. സീരീസിന്റെ ഉള്ളിൽ ഈ ഒരു ഇത്രയും ടൈംസ് ആണ് വരിക. ഓക്കെ. അപ്പൊ ഈ ഒരു സീരീസ് ആയിട്ട് നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ, നമ്മൾ ആദ്യം ഈ ഒരു സീരീസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വരാൻ പോകുന്നത് പൈ ബൈ 2 ഇൻറ്റു -1 power n plus 1 x raised to 2n by 2n factorial. അതിനകത്ത് എക്സിന്റെ സ്ഥാനത്ത് എന്ത് വാല്യൂ ആണ് വരിക? പൈ ബൈ 2 എന്ന് പറയുന്ന വാല്യൂ ആണ് വരിക. അപ്പൊ നമുക്ക് ഈ ഒരു സീരീസ് 1 മൈനസ് കോസ് എക്സിന് തുല്യമായതുകൊണ്ട് നമുക്ക് ഈ സീരീസിനകത്ത് എക്സിന്റെ സ്ഥാനത്ത് പൈ ബൈ 2 ഇട്ട് കൊടുക്കുന്നത് 1 മൈനസ് കോസ് എക്സിനകത്ത് എക്സിന്റെ സ്ഥാനത്ത് പൈ ബൈ 2 ഇട്ട് കൊടുക്കുന്നതിന് തുല്യമാണ്. സോ 1 മൈനസ് കോസ് പൈ ബൈ 2. ഓക്കെ. ഈ സീരീസിന് പകരമായിട്ട് നമുക്ക് എന്തെഴുതാം? 1 മൈനസ് കോസ് പൈ ബൈ 2 എന്ന് എഴുതാം. കോസ് പൈ ബൈ 2 0 ആണ്. സോ ഇത് പൈ ബൈ 2 എന്നാണ് വരിക. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഒറിജിനൽ സീരീസിന്റെ വാല്യൂ എന്ന് പറയുന്നത് പൈ ബൈ 2 വരും. ഓക്കെ. അതായത് ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്മൾ കണ്ടു, ഓപ്ഷൻ സി ആണ്. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോകാം. ഇവര് ഓരോ പേജിലും ഓരോ ക്വസ്റ്റ്യൻ ആണ് ഇട്ടിരിക്കുന്നത്. സോ സെക്കൻഡ് ക്വസ്റ്റിലേക്ക് പോകുമ്പോൾ, ഫോർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ചോയ്സസ് ഓഫ് n of xy is the equation e power x sin y minus 2y sin x dx plus n of xy dy equal to 0 an exact differential equation. തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു എക്സാക്ട് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവണമെങ്കിൽ n of xy എന്ന് പറയുന്ന 2 വേരിയബിൾ ഫംഗ്ഷൻ താഴെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാവണമെന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ഇതിന്റെ ആൻസറിലേക്ക് പോകാം. നമുക്കറിയാം എം ഡി എക്സ് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിലാണ്. എം ആൻഡ് എൻ ആർ 2 വേരിയബിൾ ഫംഗ്ഷൻസ്. സോ ഇങ്ങനെ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സാക്റ്റ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ്. പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എം വിത്ത് റെസ്പെക്ട് ടു വൈ ഈക്വൽ ടു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് എൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഈ തന്നിരിക്കുന്ന ക്വാണ്ടിറ്റിയാണ് നമ്മുടെ എം എന്ന് പറയുന്നത്, ഈ ക്വാണ്ടിറ്റിയാണ് എൻ. ഓക്കെ. സോ ദിസ് ഈസ് എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു 0. ദെൻ ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് പറയുന്ന ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് എം ഉണ്ട്. എമ്മിന്റെ വിത്ത് റെസ്പെക്ട് ടു വൈയിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എം ഇതായതുകൊണ്ട് ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ മൈനസ് 2 സൈൻ എക്സ് ആണ് വരിക. ഡോ എം ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിലെ ഡെറിവേറ്റീവ് എടുക്കുന്നു എമ്മിന്റെ, ട്രീറ്റിംഗ് എക്സ് ആസ് എ കോൺസ്റ്റന്റ്. ദാറ്റ്സ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ എക്സാക്റ്റ് ആകണമെങ്കിലുള്ള കണ്ടീഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ദെൻ അതിൽ നിന്നും നമുക്ക് n കണ്ടുപിടിക്കാം. സോ ഈ ഇക്വേഷനെ നമ്മൾ പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സിൽ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ. ഇ റേസ് ടു എക്സ് കോസ് വൈ മൈനസ് 2 സൈൻ എക്സ് വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ്. അതായത് ഈ രണ്ട് ക്വാണ്ടിറ്റീസ് സെയിം ആണ്. അപ്പൊ ഇതാണ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? n ആണ് കിട്ടുക. ഓക്കെ. ഡോ എൻ ബൈ ഡോ എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് n കിട്ടും. സോ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. സോ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ട്രീറ്റ് വൈ ആസ് എ കോൺസ്റ്റന്റ്. സോ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇ റേസ് ടു എക്സിന്റെ ഇന്റഗ്രൽ ആണ്. ദെൻ 2 സൈൻ എക്സിന്റെ ഇന്റഗ്രൽ പ്ലസ് 2 കോസ് എക്സ് പ്ലസ് സം ഫംഗ്ഷൻ ജി ഓഫ് വൈ. ഓക്കെ. സം ജി ഓഫ് വൈ. കാരണം ഈ സാധനത്തിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും. ഓക്കെ. സോ ഇതാണ് n ആയിട്ട് വരിക. അപ്പൊ ഇവിടെ y എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല. ദെൻ ഇവിടെ എക്സാക്റ്റ് ആകുമ്പോൾ അപ്പോൾ ഇതിനോട്ട് തുല്യമായിട്ട് ഇവിടെ ജി ഓഫ് വൈ നമുക്ക് 0 ആയിട്ട് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ജി ഓഫ് വൈ എന്ത് വേണമെങ്കിലും എടുക്കാം, വൈയിലുള്ള അതാവണമെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇ റേസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് 2 കോസ് എക്സ്.
സോ ഇവിടെ ഇതിനുമായിട്ട് തുല്യമായിട്ടിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരിക. തേർഡ് ക്വസ്റ്റ്യൻ. Let f and g from R to R be two functions defined by f of x equal to x mod x mod sin 1 by x if x non-zero, 0 if x is 0, and g of x is x square sin 1 by x plus x cos 1 by x if x is non-zero, 0 if x is 0. Then which one of the following are true? Then f differentiable at 0, g not differentiable at 0. സോ എഫിൻ്റെയും ജിൻ്റെയും ഡിഫറൻഷ്യബിലിറ്റി അറ്റ് സീറോനെ പറ്റിയിട്ടാണ് ഓപ്ഷൻസ്. ദെൻ 4 ഓപ്ഷൻസ് പരസ്പരം എന്താണ് പറയുക, നമുക്ക് 4 ഓപ്ഷൻസ് നമുക്ക് എഫിൻ്റെയും ജിൻ്റെയും ഡിഫറൻഷ്യബിലിറ്റി ആയിട്ട് 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കത് അതിൻ്റെ ഈ ഫംഗ്ഷൻ തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യബിലിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. ആ ഫംഗ്ഷൻസ് ഞാനൊന്ന് എടുത്തെഴുതാം. ഓക്കെ, സോ ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി ആണ് അറിയേണ്ടത്. നമുക്കറിയാം എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഈ സെറ്റ് ടു ബി ഡിഫറൻഷ്യബിൾ അറ്റ് ദ പോയിന്റ് എ ഇഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ, സോ ദെൻ എക്സ് നോട്ട് ഈസ് എ നോട്ട് ഈക്വൽ ടു എ, എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ ബൈ എക്സ് മൈനസ് എ എക്സിസ്റ്റ് ആണോ എന്ന് നമുക്ക് നോക്കിയാൽ മതി അല്ലേ. ഫംഗ്ഷൻ എഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എ എന്ന് പറയുന്ന പോയിന്റിൽ ഡിഫറൻഷ്യബിൾ ആവണമെങ്കിൽ ഈ ഒരു ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടീഷൻ. നമുക്ക് എഫിന്റെ കാര്യത്തിൽ നോക്കാം. സീറോയിലാണ് നമുക്ക് ഓപ്ഷൻസ് ഉള്ളത്. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0, സോ വെൻ എക്സ് നോൺ സീറോ ദെൻ എക്സ് നോട്ട് ഈക്വൽ ടു 0. വട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എക്സ് മോഡ് എക്സ്. വെൻ എക്സ് ഈസ് നോൺ സീറോ ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ് ലൈക്ക് ദിസ്. ഓക്കെ, എക്സ് മോഡ് എക്സ് മോഡ് സൈൻ 1 by x minus f of 0. This is f of x. f of 0 is given as 0. x equal to 0 ile ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. സോ f of 0 is 0 by x minus 0. a is 0. Okay, so ഇത് നമുക്കറിയണം. So when x is non-zero then x into mod sin x mod sin 1 by x. Okay, ഇവിടെ നമുക്ക് x ഇപ്പൊ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും കാരണം x 0 അല്ലല്ലോ. സോ ഈ ദെൻ ബാക്കിയുള്ള ലിമിറ്റ് മോഡ് എക്സ് സൈൻ 1 by x അറിയണം. അപ്പം നമുക്കറിയാം ഇതിനെ നമുക്ക് മോഡ് എക്സ് മോഡ് സൈൻ 1 by x എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ദെൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമുക്ക് മോഡ് സൈൻ എക്സിന്റെ വാല്യൂ എപ്പോഴും 1ൽ താഴെ ആയിരിക്കും അല്ലേ. കാരണം മോഡ് സൈൻ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. സൈൻ എക്സിന്റെ വാല്യൂ നമുക്കറിയാം -1നും +1നും ഇടയ്ക്കാണ്. അപ്പം മോഡ് സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. എക്സ് എന്ത് തന്നെ ആയാലും മോഡ് സൈൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. സോ 1 by എക്സിന്റെ സ്ഥാനത്ത് 1 by x വന്നാലും എന്ത് വാല്യൂ തീറ്റ വന്നാലും ആ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. സോ മോഡ് എക്സ് ഇൻറ്റു ദിസ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് ഇൻറ്റു 1 എന്ന് എഴുതാം, അല്ലെങ്കിൽ മോഡ് എക്സ് എന്ന് എഴുതാം. സോ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദിസ് ഫംഗ്ഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ്. നമ്മൾ ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 കൊടുക്കുന്നു. അപ്പം ഈ 0 എന്ന് പറയുന്ന ഫംഗ്ഷൻ 0 പോകും. മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ 0 ലിമിറ്റ് 0 ആണ്. അതുകൊണ്ട് സെൻട്രൽ കിടക്കുന്ന ഫംഗ്ഷന്റെ ലിമിറ്റ് 0 പോകും. ഇത് ഏത് തിയറമാണ് വരിക? നമ്മൾ സ്ക്യൂസ് തിയറം, SQUEEZD സ്ക്യൂസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യാം. സ്ക്യൂസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. സ്ക്യൂസ് തിയറം എന്താണ് പറയുന്നത്? എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ജി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച്, ദെൻ ലിമിറ്റ് ഓഫ് എഫ് അറ്റ് എ ഈസ് സം എൽ, ലിമിറ്റ് ഓഫ് എച്ച് അറ്റ് എ ഈസ് എൽ, then limit at g exists at a which is same as l. ഓക്കെ, അങ്ങനെയാണ് തിയറം പറയുക. അതായത് നമ്മൾ സാൻഡ്വിച്ച് തിയറം എന്ന് പറയും. ഏറ്റവും ടോപ്പിലും ഏറ്റവും ബോട്ടത്തിലുള്ള ഫംഗ്ഷന്റെ ലിമിറ്റ് ഒരു പർട്ടിക്കുലർ പോയിന്റിലാണെങ്കിൽ സെൻട്രലിലുള്ള ഫംഗ്ഷന്റെ ആ പോയിന്റിലെ ലിമിറ്റ് ആ സാൻഡ്വിച്ച് ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻസിന്റെ ലിമിറ്റിലേക്കായിരിക്കും പോവാം. ഓക്കെ, സോ നമുക്ക് സെൻട്രൽ ഫംഗ്ഷന്റെ ലിമിറ്റ് അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ഓക്കെ, അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മോഡ് എക്സ് സൈൻ 1 by x എന്ന് പറയുന്ന ഫംഗ്ഷന്റെ വാല്യൂ എന്താണ്? 0 ആണ് വരിക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ആ ലിമിറ്റ് 0 ആണ്. അപ്പൊ അതായത് ഈ ഫംഗ്ഷൻ ഫസ്റ്റ് എഫ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ലിമിറ്റ് ഏത് ലിമിറ്റ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് ബൈ എക്സ് മൈനസ് എന്ന് പറയുന്ന ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അറ്റ് എ ആണ്. ഇവിടുത്തെ എ 0 ആണ്. സോ എക്സിസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്താ അടയാളപ്പെടുത്തും?
എഫ് ഡാഷ് ഓഫ് 0 ഇക്വൽ ടു ഇവിടെ 0 ആണ് കിട്ടിയത്, 0 എക്സിസ്റ്റ്. സോ ഈ ഫംഗ്ഷൻ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 0യിൽ ഡിഫറൻഷ്യബിൾ ആണ്, ഡെറിവേറ്റീവ് 0 ആണ്. ഓക്കെ, ജിയുടെയും കൂടെ അറിയണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ജിയുടെ ഡെറിവേറ്റീവ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ 0യിൽ ഡിഫറൻഷ്യബിൾ ആണോ ചെക്ക് ചെയ്യുന്നു. സോ അതിനായിട്ട് നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് നോട്ട് ഈക്വൽ ടു 0 ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് 0 ബൈ എക്സ് മൈനസ് 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടെത്താനായിട്ടുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ പ്രകാരം ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് നോട്ട് ഈക്വൽ ടു 0 ദിസ് ഈസ് എക്സ് സ്ക്വയർ സൈൻ 1 ബൈ എക്സ് പ്ലസ് എക്സ് കോസ് 1 ബൈ എക്സ്. ഇതാണ് നോൺ സീറോ പോയിന്റിലെ ജിയുടെ ഫംഗ്ഷൻ, ഇതാണ് തന്നിരിക്കുന്നത്. സോ മൈനസ് 0യിലെ വാല്യൂ 0 ആണ്, g of 0 is 0 by x minus 0. This is equal to limit x tends to 0, x is non-zero. So x square sin 1 by x by plus x cos 1 by x by x. Okay. So this is equal to limit x tends to 0. നമുക്ക് x ത്രൂ ഔട്ട് എടുത്ത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഇപ്പം ന്യൂമറേറ്ററിൽ എക്സ് സൈൻ 1 ബൈ എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് വരും. ന്യൂമറേറ്ററിൽ നമുക്കൊരു എക്സ് കോമൺ ആയിട്ട് എടുത്ത് കട്ട് ചെയ്യാം, താഴത്തെ എക്സുമായിട്ട് കട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് വരിക. അപ്പൊ ഈ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് സൈൻ 1 ബൈ എക്സ് പ്ലസ് കോസ് 1 ബൈ എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയണം. ഓക്കെ, ക്ലിയർ. അതിനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്കറിയാം എക്സ് സൈൻ 1 ബൈ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ 0യിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളതിപ്പോൾ കണ്ടുപിടിച്ചിരുന്നു. എങ്ങനെയാണ് കണ്ടുപിടിച്ചത്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് സൈൻ 1 ബൈ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് നമ്മൾ എഴുതി, സ്ക്യൂസ് തിയറം അപ്ലൈ ചെയ്തു, 0യിലെ ലിമിറ്റ് നമുക്കപ്പോൾ 0 എന്ന് കിട്ടി. അപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 സം മോഡ് എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ നമുക്കറിയാം, നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് 0 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, 0യുടെ കേസിൽ ഓക്കെ പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. തന്നെ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലിമിറ്റ് 0 ആണെന്ന് പ്രൂവ്, ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നും ഈ ലിമിറ്റ് 0 ആണെന്നും, ഏത് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് സൈൻ 1 ബൈ എക്സ് 0 ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ ലിമിറ്റ് കോസ് 1 ബൈ എക്സിന്റെ ലിമിറ്റ് നമുക്ക് നോക്കുമ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് നോട്ട് ഈക്വൽ ടു 0 കോസ് 1 ബൈ എക്സ്. നമ്മൾ ഈ ഫംഗ്ഷനെ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ എക്സ് എൻ എന്ന് പറയുന്നത് നമുക്കൊരു 1/2n പൈ എന്ന് പറയുന്ന സീക്വൻസും വൈ എൻ എന്ന് പറയുന്നത് 1/2n പൈ പ്ലസ് π/2 എന്ന് പറയുന്ന സീക്വൻസും കൺസിഡർ ചെയ്താൽ ഈ രണ്ട് സീക്വൻസും 0യിലേക്കാണ് പോവുക, അല്ലേ? ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി എക്സ് എനും 0 ആണ്, ലിമിറ്റ് ടെൻഡൻസ് ടു ഇൻഫിനിറ്റി വൈ എനും 0 ആണ്. പക്ഷേ കോസ് എക്സ് എൻ എന്ന് പറയുന്നത് എന്ത് വരും, കോസ് 2n പൈ വരും. കോസ് 2n പൈ 0 ആണ്. കോസ് വൈ എൻ എന്ന് പറയുന്നത് എന്ത് വരും, കോസ് 2n പൈ പ്ലസ് π/2 എന്ന് വരും. അത് കോസ് മുകളില് കോസ് 2n പൈ എന്ന് പറയുന്നത് നമുക്ക് 1 ആണ് വരിക. കോസ് 2n പൈ പ്ലസ് π/2 0 ആണ് വരിക. ഓക്കെ, അപ്പോൾ എക്സനും വൈനും 0യിലോട്ട് പോകുന്നു. പക്ഷെ കോസ് എക്സനും കോസ് വൈനും എങ്ങോട്ട് പോകുന്നു, 1ലേക്കും 0യിലുമായിട്ടുള്ള ഡിഫറെന്റ് ലിമിറ്റിലേക്കാണ് പോകുന്നത്. അതായത് എക്സനും വൈനും 0യിലോട്ട് പോകുന്നു, പക്ഷെ ഫംഗ്ഷന്റെ എഫ് ഓഫ് എക്സിനും എഫ് ഓഫ് വൈനും ഡിഫറെന്റ് ലിമിറ്റിലേക്ക് പോവാണ്. ഇപ്പൊ എന്ത് സംഭവിക്കും, ഇവിടെ അപ്പൊ എക്സ് 0യിലോട്ട് പോകുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഫംഗ്ഷന്റെ 0 ലിമിറ്റ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യാണ്ട് വരും. ഓക്കെ, ഒരു സീക്വൻഷ്യൽ ക്രൈറ്റീരിയ ഫോർ ലിമിറ്റ് നമ്മൾ ബുക്കിൽ ചെക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൂഫും കാര്യങ്ങളും എല്ലാം അറിയാനായിട്ട് സാധിക്കും. സോ അപ്പൊ ഈ വാല്യൂ എന്ത് വരും, ഈ വാല്യൂ അപ്പൊ നമുക്ക് ഡസ് നോട്ട് എക്സിസ്റ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്ത് ഈ തന്നിരിക്കുന്ന നമ്മളിപ്പോൾ എന്താണ് കണ്ടുപിടിച്ചത്, നമ്മൾ ജി എന്ന് പറയുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഉണ്ടോ എന്നറിയാൻ ഈ ലിമിറ്റ് എടുത്തു. അത് ചെക്ക് ചെയ്ത് വന്നപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് സൈൻ 1 ബൈ എക്സ് പ്ലസ് 1 ബൈ കോസ് എക്സ് എന്ന് കണ്ടു. അതിനകത്ത് ഈ ഫംഗ്ഷന്റെ ആദ്യത്തെ ഫംഗ്ഷന്റെ ലിമിറ്റ് 0യിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തതിന്റെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, ആദ്യത്തെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലായി.
അപ്പൊ ഇനി സപ്പോസ് നമുക്ക് ഈ പറഞ്ഞ സം ഫംഗ്ഷന്റെ മൊത്തത്തിൽ ഈ ലിമിറ്റ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ നമുക്ക് അറിയേണ്ടത്. ഓക്കെ, അപ്പൊ സപ്പോസ് നമുക്ക് ലിമിറ്റ് ഈ പറഞ്ഞ പോലെ സപ്പോസ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ഏതൊക്കെയാണ്? എക്സ് സൈൻ 1/x പ്ലസ് കോസ് 1/x നമുക്ക് വേണ്ടുന്ന ആ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. ഓക്കെ, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് കരുതുക. സപ്പോസ് ദിസ് ഈസ് എക്സിസ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഈ ലിമിറ്റ് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ശരിയല്ലേ? കാരണം ലിമിറ്റ് എഫ് പ്ലസ് ജി ഈക്വൽ ടു ലിമിറ്റ് എഫ് പ്ലസ് ലിമിറ്റ് ജി ആണ് ഇഫ് ലിമിറ്റ് എഫ് ആൻഡ് ലിമിറ്റ് ജി എക്സിസ്റ്റ്. ഓക്കെ, സോ ഇത് നമുക്ക് അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എക്സ് സൈൻ 1/x പ്ലസ് കോസ് 1/x എക്സിസ്റ്റ് ആണ്. അതുപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ആദ്യത്തെ സൈൻ 1/x 0 ആണ്, അത് എക്സിസ്റ്റ് ആണ്. ഓക്കെ, എക്സിസ്റ്റ് ആണ്. അപ്പോ ഈ രണ്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഉള്ളത് കൊണ്ട് ഇത് മൊത്തം ഫംഗ്ഷൻ എഫ്, ഇത് മൊത്തം ഫംഗ്ഷൻ ജി, അതായത് ലിമിറ്റ് എഫ് എക്സിസ്റ്റ് അതുപോലെ ലിമിറ്റ് ജിയും എക്സിസ്റ്റ്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ലിമിറ്റ് എഫ് മൈനസ് ജി എക്സിസ്റ്റ് എന്ന് പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ലിമിറ്റ് എഫ് മൈനസ് ജി എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുക? ലിമിറ്റ് എഫും ലിമിറ്റ് ജി എക്സിസ്റ്റ് ചെയ്യുമ്പോൾ. ലിമിറ്റ് എഫ് പ്ലസ് ജി എപ്പോഴാണ് എക്സിസ്റ്റ് ചെയ്യുക? ലിമിറ്റ് എഫും ലിമിറ്റ് ജി എക്സിസ്റ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, ലിമിറ്റ് എഫും ലിമിറ്റ് ജിയും എക്സിസ്റ്റ് ചെയ്താൽ നമുക്ക് ലിമിറ്റ് എഫ് പ്ലസ് ലിമിറ്റ് ജിനെ ലിമിറ്റ് എഫ് പ്ലസ് ലിമിറ്റ് ജി എന്ന് എഴുതാം. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. ലിമിറ്റ് എഫ് പ്ലസ് ജിനെ നമുക്ക് ലിമിറ്റ് എഫ് പ്ലസ് ലിമിറ്റ് ജി എന്ന് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ, സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഇങ്ങനെയാണ്, സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഇഫ് ബോത്ത് ലിമിറ്റ് എഫ് ആൻഡ് ലിമിറ്റ് ജി എക്സിസ്റ്റ് ചെയ്യണം. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്ക് ഈ സാധനത്തിനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, ലിമിറ്റ് എഫ് പ്ലസ് ജിനെ ലിമിറ്റ് എഫ് പ്ലസ് ലിമിറ്റ് ജി എന്ന് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ ലിമിറ്റ് എഫ് ലിമിറ്റ് ജി എക്സിസ്റ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് ഇതാണ് മൊത്തത്തിൽ എഫ്, ഇതാണ് മൊത്തത്തിൽ ജി. അപ്പൊ ലിമിറ്റ് എഫും ലിമിറ്റ് ജി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലിമിറ്റ് എഫ് മൈനസ് ജി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ പ്ലസ് ഓർ മൈനസ് ആണ് കേട്ടോ. ഓക്കെ, എഫ് മൈനസ് ജി എക്സിസ്റ്റ് ചെയ്യും. അതായത് ലിമിറ്റ് എഫ് മൈനസ് ജി എന്ത് വരും? എക്സ് പ്ലസ് എക്സ് സൈൻ 1/x പ്ലസ് കോസ് 1/x മൈനസ് എക്സ് സൈൻ. അപ്പൊ ഡിഫറൻസ് എടുക്കുമ്പോൾ ലിമിറ്റ് കോസ് 1/x എന്ന് വരും. അത് എക്സിസ്റ്റ് ചെയ്യുന്നെന്ന് കിട്ടും. ഓക്കെ, പക്ഷേ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത് ലിമിറ്റ് കോസ് 1/x എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ലിമിറ്റ് ജി ഓൾവേസ് എക്സിസ്റ്റ് ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ഈ സം ഫംഗ്ഷന് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. അപ്പൊ നമ്മൾ ഈ സപ്പോസ് ചെയ്ത കാര്യം തെറ്റാണ്. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലിമിറ്റ് എന്താണ്? ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അതുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് ജി മൈനസ് ജി ഓഫ് എക്സ് മൈനസ് ജി ഓഫ് 0 എക്സ് മൈനസ് 0 ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? എഫ് 0 ഡിഫറൻഷ്യബിൾ ആണ്, ജി നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 0. ദിസ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് 0, ദിസ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 0. സോ അതിനെ സംബന്ധിക്കുന്ന ഓപ്ഷൻ ഏതാണ് നമുക്ക് നോക്കാം. സോ ഓപ്ഷൻ എ ആണ്, എഫ് ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0 ആൻഡ് ജി ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് എക്സ് ഈക്വൽ ടു 0. ഓപ്ഷൻ എ. സോ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക. സോ അടുത്ത ചോദ്യം ഇതേപോലെ തന്നെ കണ്ടിന്യൂറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എഫും ഒരു ജിയും തന്നിട്ടുണ്ട്. 0 ഫംഗ്ഷന്റെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ, രണ്ട് ഫംഗ്ഷന്റെയും ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഓപ്ഷൻസ്. അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻസ് എടുക്കാം. അടുത്തത് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലിമിറ്റ് അറ്റ് 0 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഈ ഫംഗ്ഷൻസിന്റെ 0 കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നാണ് അറിയേണ്ടത്. കണ്ടിന്യൂറ്റി. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ അറ്റ് 0. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയാം കണ്ടിന്യൂസ് അറ്റ് 0. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എ എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെങ്കിൽ എന്തൊക്കെ എക്സിസ്റ്റ് ചെയ്യണം? ലിമിറ്റ് എക്സ്റ്റെൻസ് ടു എ എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യണം, എഫ് ഓഫ് എ എക്സിസ്റ്റ് ചെയ്യണം, ഇവര് സെയിം ആയിരിക്കണം. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യണം. ഇപ്പോൾ എഫ് ഓഫ് എ ഉണ്ട്, അതായത് 0 കാര്യങ്ങളാണ് അറിയേണ്ടത്. സോ എഫ് ഓഫ് 0 0 ആണെന്നും എഫ് ഓഫ് ജി ഓഫ് 0 1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലിമിറ്റ് അറിയണം. പക്ഷേ ലിമിറ്റ് ആദ്യം ഫസ്റ്റ് ഫംഗ്ഷന്റെ കേസിൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 എഫ് ഓഫ് എക്സ് അറിയണം.
സോ നമുക്ക് എക്സ് ടെൻസ് ടു 0 മീൻസ് എക്സ് നോട്ട് 0. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. സോ എഫ് ഓഫ് എക്സ് ഈസ് മോഡ് എക്സ് പവർ 1/8 മോഡ് സൈൻ 1/x ഇൻറ്റു കോസ് എക്സ്. ഇത് നമുക്കറിയണം, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണം. അപ്പം നമ്മുടെ മുമ്പത്തെ പോലെ നമ്മൾ സ്ക്യൂസ് തിയറി അപ്ലൈ ചെയ്യാം. സോ മോഡ് എടുക്കുക, മോഡ് എക്സ് റേസ് ടു 1/8 മോഡ് സൈൻ 1/x കോസ് എക്സ്. സോ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എക്സ് റേസ് ടു 1/8 ഇൻറ്റു മോഡ് സൈൻ 1/x ലെസ് ദാൻ ഈക്വൽ ടു 1 ആണ്. മോഡ് കോസ് എക്സ് പുറത്തേക്ക് വരുമ്പം ലെസ് ദാൻ ഈക്വൽ ടു 1 ആണ്. സോ മോഡ് എക്സ് റേസ് ടു 1/8. മോഡ് എക്സ് റേസ് ടു 1/8 നമുക്ക് മോഡ് എക്സ് റേസ് ടു 1/2 ഹോൾ ടു ദ പവർ ക്യൂബ് എന്ന് എഴുതാം. അതായത് റൂട്ട് എക്സ് ക്യൂബ് ആണ്. ഓക്കെ, സോ ആസ് എക്സ് ടെൻസ് ടു 0, ദിസ് ഈസ് ഗോയിങ് ടു 0, ദിസ് ഈസ് ഗോയിങ് ടു 0, then the middle one is going to 0. ഈ ഫംഗ്ഷന്റെ 0യിലെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മോഡ് ഫംഗ്ഷന്റെ ലിമിറ്റ് 0യിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഉള്ളത് കൊണ്ട് ഉള്ളിലത്തെ ഫംഗ്ഷന്റെ ലിമിറ്റ് 0യിൽ എക്സിസ്റ്റ് ചെയ്യും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ദാറ്റ് മോഡ് എക്സ് പവർ 1/8 മോഡ് സൈൻ 1/x കോസ് എക്സ് എന്ന് പറയുന്ന വാല്യൂ 0 ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് therefore limit x tends to 0, f of x is 0. This is same as f of 0. കാരണം f of 0 ആണ് തന്നിട്ടുണ്ട്. So equal to f of 0. Therefore f is continuous at 0. ജിയുടെ കാര്യം അറിയണം അടുത്തത്. Then g നോക്കുമ്പോൾ ലിമിറ്റ് x tends to 0 g of x equal to limit x tends to 0 e raised to x cos 1/x. ഓക്കെ, e raised to x cos 1/x. അപ്പം നമുക്ക് ഇവിടെ മുമ്പത്തെ പോലെ രണ്ട് സീക്വൻസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. സോ നമുക്ക് xn എന്ന് പറയുന്നത് 1/2nπ. ഓക്കെ, 1/2nπ when where n is even. Okay, and yn is 1/2nπ നമുക്ക് 2nπക്ക് പകരം 1/nπ എടുത്താൽ മതി. ഓക്കെ, xn is 1/nπ and yn is 1/nπ. So this is evens and this is odd. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 1/π 1/3π ആ സീക്വൻസ് അതാണ് xn. ഈ സീക്വൻസ് yn എന്ന് പറയുന്ന സീക്വൻസ് ഫസ്റ്റ് ഈസ് 1/2π 1/4π എക്സെട്ര. ദിസ് ഈസ് 1/π 1/3π എക്സെട്ര. അതാണ് സീക്വൻസ് xn, അത് yn ഇത്. അപ്പോൾ ഇതിൽ നമുക്ക് ഇറ്റ് ഈസ് ഈക്വൽ. സോ നമുക്ക് e raised to xn cos 1/xn എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? e raised to 1/nπ cos nπ ഈവൻ ആണ് വരിക. ഈവൻസിൽ e raised to 1/nπ cos nπ 1 വരും. ഓക്കെ, ഇത് e raised to 1/nπ എന്ന് വരും. സോ അത് ടെൻസ് ടു 0. So that tends to e raised to 0, that is 1. Okay, then e raised to yn cos 1/yn എടുക്കുമ്പോൾ e raised to 1/nπ cos yn എന്ന് പറയുന്നത് cos 1/n cos nπ when n is odd. അത് -1 raised to n ആണ് വരിക. -1 ആണ് വരിക. That's equal to e raised to 1/nπ going to e raised to 0 into -1. അതായത് -1. അതായത് ഒരു സീക്വൻസിന്റെ ലിമിറ്റ് f of xnന്റെ ലിമിറ്റ് 1 എന്നും മറ്റേ സീക്വൻസിന്റെ ലിമിറ്റ് -1 എന്നും വരും. അപ്പൊ എന്ത് സംഭവിക്കും? xnഉം yനും, അതായത് ഹിയർ xn ആൻഡ് yn going to 0, but this e raised to xn cos 1/xn going to 1 and e raised to yn cos 1/yn converges to minus. Therefore limit does not exist. അപ്പോൾ g എന്ന് പറയുന്ന ഫംഗ്ഷനെ സംബന്ധിച്ചോളം ലിമിറ്റ് x tends to 0 g of x എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല,
കണ്ടിന്യൂസ് അറ്റ് 0 അല്ല. സോ എഫ് ഈസ് കൺക്ലൂഷൻ ഈസ് continuous at 0, G is not. സോ ഇതിനകത്തെ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ എ. അടുത്തത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ d square y by dx square minus 8 dy by dx plus 16y equal to 2 e raised to 4x. then 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സോ നമുക്ക് ആ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഹോമോജീനിയസ് പാർട്ട് എന്ന് പറയുമ്പോൾ d square y by dx square minus 8 dy by dx plus 16y equal to 0. അത് നമുക്ക് സോൾവ് ചെയ്യാം. സോ ഇതിൻ്റെ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് m square minus 8m plus 16 equal to 0 ആണ്. ദാറ്റ് ഈസ് m minus 4 the whole square equal to 0. That is m equal to 4. Okay. Therefore, the general solution is yg equal to c1, അല്ലെങ്കിൽ ഇവിടെ ആൽഫയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ആൽഫ 1 പ്ലസ് ആൽഫ 2x e raised to 4x എന്ന് എഴുതാം. ഓക്കെ, then ഇതിൻ്റെ പർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം ഫോർ ദ നോൺ ഹോമോജീനിയസ് പാർട്ട്. സോ d square y by dx square minus 8 dy by dx plus 16y is equal to നോൺ ഹോമോജീനിയസ് പാർട്ട് 2 e raised to 4x ആണ് തന്നിരിക്കുന്നത്. 2 e raised to 4x. അപ്പം നമുക്ക് e raised to 4x ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ജനറൽ സൊല്യൂഷൻ e raised to 4x വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ yp നമുക്ക് അസ്യൂം ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് a e raised to 4x എന്ന് അസ്യൂം ചെയ്താൽ സംഭവിക്കും, അത് ആൽഫ 1 ഇൻറ്റു e raised to 4xൻ്റെ കൂടെ അബ്സോർബ് ചെയ്തു പോകും. ഇനി ഒരു എക്സിറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ സംഭവിക്കും, അത് ആൽഫ 2 e raised to 4xൻ്റെ കൂടെ അബ്സോർബ് ചെയ്തു പോകും. കാരണം ഇവിടെ x ഇൻറ്റു e raised to x ആണ് ആൽഫ 2ൻ്റെ കൂടെ വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, x സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ജനറൽ yp എന്ന് പറയുന്നത് x സ്ക്വയർ ഇൻറ്റു e raised to 4x, അല്ലെങ്കിൽ a x സ്ക്വയർ e raised to 4x നമുക്ക് എടുക്കേണ്ടി വരും. a x സ്ക്വയർ e raised to 4x നമ്മൾ അസ്യൂം ചെയ്യുക. ഓക്കെ, then അത് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. d square y by dx square minus 8 dy by dx plus 16y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആയിട്ട് അത് 2 e raised to 4x ആയിട്ട് കമ്പയർ ചെയ്യുക. എന്നിട്ട് a കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാൽക്കുലേഷൻസ്. ഓക്കെ, സോ yp ഇതാണ്, നമുക്ക് yp ഡാഷ് അറിയണം. സോ ഇത് നമ്മുടെ സൊല്യൂഷനാണെന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, സൊല്യൂഷനാണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് നമ്മളത് കണ്ടുപിടിച്ചിട്ട് കൊടുക്കുക. ഇതാണ് yp ഡാഷ് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ, yp ഡബിൾ ഡാഷ് വേണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. സോ yp ഡാഷ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ്. സോ a കോൺസ്റ്റന്റ് ആണ്. സോ x സ്ക്വയർ e raised to 4xൻ്റെ ഡെറിവേറ്റീവ് x സ്ക്വയർ e raised to 4x ഇൻറ്റു 4 പ്ലസ് e raised to 4x ഇൻറ്റു 2x ഇതാണ് വരിക. ദെൻ ഇതിൻ്റെ ഡബിൾ ഡാഷ് എടുക്കണം, yp ഡബിൾ ഡാഷ്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ മതി. സോ a ഇൻറ്റു 4 ഇൻറ്റു എക്സ് സ്ക്വയർ e raised to 4xൻ്റെ ഡെറിവേറ്റീവ് റിപ്പീറ്റ് ചെയ്യുകയാണ്. സോ 4x സ്ക്വയർ e raised to 4x പ്ലസ് 2 e raised to 4x ഇൻറ്റു x. ഓക്കെ, പ്ലസ് നമുക്ക് 2 ഇൻറ്റു e raised to 4x ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് e raised to 4x പ്ലസ് 4x e raised to 4x. ഓക്കെ, ഇതാണ് yp ഡബിൾ ഡാഷ്. then നമ്മൾ ഈ ഇക്വേഷൻ്റെ LHSലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അതായത് yp ഡബിൾ ഡാഷ് മൈനസ് 8yp ഡാഷ് പ്ലസ് 16yp നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരാൻ പോണത് a ഇൻറ്റു 16x സ്ക്വയർ e raised to 4x പ്ലസ് 16x e raised to 4x പ്ലസ് 2 e raised to 4x. ഇതാണ് yp ഡബിൾ ഡാഷിൻ്റെ പാർട്ട്. മൈനസ് a ഇൻറ്റു
32x square e raised to 4x plus 16x e raised to 4x plus 16a 16yp പാർട്ട് 16x square e raised to 4x ഇങ്ങനെയാണ് വരിക. സോ ഇത് നമ്മൾ എന്തായിട്ട് കമ്പയർ ചെയ്യും? 2e raised to x ആയിട്ട് കമ്പയർ ചെയ്യും. 2e raised to 4x ആയിട്ട് കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഇ റേസ് ടു 4xന്റെ പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതേണ്ടി വരും? 0 ഇൻറ്റു എക്സ് സ്ക്വയർ ഇ റേസ് ടു 4x പ്ലസ് 0 ഇൻറ്റു എക്സ് ഇ റേസ് ടു 4x പ്ലസ് 2 നമ്മൾ എക്സ് ഇ റേസ് ടു 4xന്റെ പാർട്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2e raised to 2a e raised to 4x എന്ന് വരും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു 2e raised to 4x. സോ 2a വാല്യൂ അപ്പോൾ എന്ത് വരും? 1 വരും. സോ 2a വാല്യൂ 2 ആണ്. അപ്പോൾ സോ എയുടെ വാല്യൂ 1 വരും. സോ എയുടെ വാല്യൂ 1 വരുമ്പോൾ yp ഈക്വൽ ടു, ഇതാണ് yp, ഈ ഭാഗം ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇ റേസ് ടു 4x എന്ന് വരും. അതായത് നമ്മുടെ ജനറൽ സൊല്യൂഷൻ പ്ലസ് എക്സ് സ്ക്വയർ ഇ റേസ് ടു 4x ആണ് സൊല്യൂഷൻ. സോ ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്, ആൽഫ 1 പ്ലസ് ആൽഫ 2x ഇ റേസ് ടു 4x. അതായത് y ഈസ് ഈക്വൽ ടു yg പ്ലസ് yp എന്നാണ് വരിക. yp നമുക്ക് a കിട്ടുന്നതോടുകൂടി നമുക്ക് a x ഇ റേസ് ടു 4x എന്ന് നമുക്ക് എഴുതാം. എ എക്സ് ഇ റേസ് ടു 4x, എയുടെ വാല്യൂ 1 ആണ്. എക്സ് സ്ക്വയർ എ എക്സ് സ്ക്വയർ ഇ റേസ് ടു 4xനകത്ത് എയുടെ വാല്യൂ 1 ആണ്. സോ ഇത് സം ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ആൽഫ 1 പ്ലസ് ആൽഫ 2x ഇ റേസ് ടു 4x പ്ലസ് എക്സ് സ്ക്വയർ ഇ റേസ് ടു 4x നമുക്ക് എഴുതാം. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ആൻസർ. സോ ഇതാണ് 6th ക്വസ്റ്റ്യൻ. ഡിഫൈൻ ടി ഫ്രം R3 to R3 by T of XYZ equal to ordered triplet x plus z, 2x plus 3y plus 5z, 2y plus 2z for all xyz element of R3. Then which one of the following is true? T is 1 1 and T is not on 2, etc. അതായത് ടി എന്ന് പറയുന്ന മാപ്പ് R3 നിന്ന് R3ലേക്കുള്ള ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അത് 1 1 ആണോ ഓൺ 2 ആണോ നമുക്കറിയണം. അപ്പോൾ അത് ഈസിയാണ്, നമുക്ക് അതിൻ്റെ മെട്രിക്സ് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ്റെ മെട്രിക്സ് നമുക്ക് എഴുതാം. അപ്പോൾ R3യുടെ ബേസ് എലമെൻ്റ് ആയിട്ടുള്ള E1 ഈസ് 1 0 0, E2 ഈസ് 0 1 0, E3 ഈസ് 0 0 1. ഇതാണ് നമുക്ക് സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് R3. അപ്പോൾ ഇതിൻ്റെ ഇമേജ് നോക്കാം. P of E1 നമുക്ക് വരാൻ പോണത് x1 y0 z0, 1 2 0. P of E2 0 3 2. P of E3 1 5. സോ മെട്രിക്സ് ഓഫ് ടി നമ്മൾ എഴുതുമ്പോൾ 1 2 0 ഫസ്റ്റ് റോ താഴേക്ക് എഴുതുന്നു, സെക്കൻഡ് എലമെന്റ് താഴേക്ക് എഴുതുന്നു, തേർഡ് എലമെന്റ് താഴേക്ക് എഴുതുന്നു. ഇമേജ് ഓക്കെ. സോ 1 1 ആണോ ഓൺ 2 ആണോ എന്ന് അറിയാം. നമുക്ക് ഇതിന്റെ റാങ്ക് ചെക്ക് ചെയ്യാം. സോ 1 0 1 റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം എടുക്കുക. 0 3 3 0 2 2. സോ എന്തൊക്കെയാണ് ട്രാൻസ്ഫോർമേഷൻസ്? R2 gives R2 minus 2R1. Okay, so this implies 1 0 1 0 1 1 0 0 0. R2 gives 1 by 3 R2 and R3 gives R3 minus 2 R2. Okay, so ഈ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഇതാണ് റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം. സോ റാങ്ക് ഓഫ് P എന്ന് പറയുന്നത് 2 ആണ് വരിക, വിച്ച് ഇംപ്ലൈസ് നള്ളിറ്റി ഓഫ് ടി എന്ന് പറയുന്നത് 1 വരും. എന്താണ് റാങ്ക്? നള്ളിറ്റി തിയറം അപ്ലൈ ചെയ്യുക.
റാങ്ക് ടി പ്ലസ് നള്ളിറ്റി ഓഫ് ടി ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് പി. ഓക്കെ ഓക്കെ, ഡയമെൻഷൻ ഓഫ് പി ഇവിടെ 3 ആണ് വരിക. അപ്പം നമുക്ക് റാങ്ക് 2 ആണ്, അതുകൊണ്ട് എന്തല്ല, നോട്ട് ഓൺ ടു, റേഞ്ച് ഫുൾ സ്പേസ് അല്ല. അതുപോലെ നള്ളിറ്റി 1 ആണ്, അല്ലെങ്കിൽ നള്ളിറ്റി 0 അല്ല, അതുകൊണ്ട് അല്ലെങ്കിൽ കേണൽ 0 സ്പേസ് അല്ല, അതുകൊണ്ട് നോട്ട് 1 1. അപ്പോൾ നോട്ട് 1 1 ആൻഡ് നോട്ട് ഓൺ ടു, സോ ഓപ്ഷൻ ഡി. സോ അടുത്തത് ഒരു മെട്രിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ലെറ്റ് എം ഈക്വൽ ടു 2 0 -1 4 1 -4 2 0 x for some real number x. If 0 is an eigenvalue of m, then m power 4 plus m into 101 is equal to. സോ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, 0 ഈഗൺ വാല്യൂ ആണെന്ന് തന്നിട്ടുണ്ട്, എക്സിലുള്ളതാണ് മെട്രിക്സ്. അങ്ങനെയാണെങ്കിൽ m⁴ plus m 101 എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ 7th ക്വസ്റ്റ്യൻ, നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ എം എക്സിലുള്ള ഒരു മെട്രിക്സ് ആണ്, 0 എമ്മിന്റെ ഈഗൺ വാല്യൂ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം 0 എന്ന് പറയുന്നത് ഒരു ഈഗൺ വാല്യൂ ഓഫ് എം ആണ്. അപ്പോൾ നമുക്കറിയാം ഫോർ എ മെട്രിക്സ് എം സം ഓഫ് its eigenvalues is its trace. Trace means sum of diagonal entries. അതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണ്, പ്രോഡക്റ്റ് ഓഫ് eigenvalues is its determinant. പ്രോഡക്റ്റ് ഓഫ് eigenvalues എന്താണ്, ഡിറ്റർമിനന്റിന് തുല്യമാണ്. ഒരു മെട്രിക്സിന്റെ, ഒരു സ്ക്വയർ മെട്രിക്സിന്റെ, ഒരു n/n സ്ക്വയർ മെട്രിക്സിന്റെ ഈഗൺ വാല്യൂസ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ ഈഗൺ വാല്യൂസിന്റെ സം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ മെട്രിക്സിന്റെ ഡയഗണൽ എൻട്രീസിന്റെ സമ്മിന് ആ വാല്യൂ തുല്യമായിരിക്കും, അല്ലെങ്കിൽ ട്രേസിന് തുല്യമായിരിക്കും. അതേപോലെ ഈഗൺ വാല്യൂസിന്റെ പ്രോഡക്റ്റ് എടുത്താൽ, ഈഗൺ വാല്യൂസിനെ എല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ നിന്നും നമുക്ക് എന്ത് എഴുതാൻ പറ്റും, പ്രോഡക്റ്റ് ഓഫ് ഈഗൺ വാല്യൂസ് ഡിറ്റർമിനന്റ് ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഒരു ഈഗൺ വാല്യൂ 0 ആയതുകൊണ്ട് പ്രോഡക്റ്റ് ഓഫ് ഈഗൺ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, 0 വരും. അത് എന്തായിട്ട് വരും, അപ്പോൾ ഡിറ്റർമിനന്റ് ആയിട്ട് വരും. അപ്പൊ തന്നിരിക്കുന്ന മെട്രിക്സിന് 0 ഒരു ഈഗൺ വാല്യൂ ആണെങ്കിൽ ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എം എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് 0 ആണെന്നുള്ള ഇൻഫർമേഷൻ ഉപയോഗിക്കാം. അങ്ങനെ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം ഫസ്റ്റ്. ഓക്കെ, അപ്പം ഡിറ്റർമിനന്റ് ഓഫ് എം എന്ത് വരും എടുക്കുമ്പോൾ 2 0 -1 4 1 -4 2 0 എക്സിന്റെ ഡിറ്റർമിനന്റ് ഓഫ് എം എടുക്കുമ്പോൾ നമുക്ക് 2 into x minus 1 into -2 എന്നാണ് വരിക. സോ ഇത് 0 ആണ്, അതായത് 2x equal to -2 എന്ന് വരും. അതായത് എക്സിന്റെ വാല്യൂ -1 എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ആ മെട്രിക്സ് എമ്മിനെ റീറൈറ്റ് ചെയ്ത് എഴുതാം. സോ മെട്രിക്സ് ഞാൻ ഇവിടെ തന്നെ എഴുതാം. സോ മെട്രിക്സ് എമ്മിനെ റീറൈറ്റ് ചെയ്ത് എഴുതുമ്പോൾ 2 0 -1 4 1 -4 2 0 -1 ഇങ്ങനെ വരും. ഇതാണ് എം വരിക. ഓക്കെ, ഇനി എന്താണ് അടുത്ത ഇൻഫർമേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. 0 ഈഗൺ വാല്യൂ ആണെന്ന് ഉപയോഗിച്ചിട്ട് എം എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ ജസ്റ്റ് റീറൈറ്റ് ചെയ്ത് എഴുതി. നമുക്കറിയേണ്ടത് m⁴ പ്ലസ് m ഓഫ് 101. 101 എന്ന് പറയുന്ന വെക്ടറിന്റെ ഇമേജ് m⁴ പ്ലസ് m എന്ന് പറയുന്ന മെട്രിക്സിൽ എന്തായിരിക്കും എന്നാണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമുക്ക് ജസ്റ്റ് m ഓഫ് 101 എടുത്തു നോക്കാം. m ഓഫ് 101 എന്ന് പറയുന്നത് എന്താ അർത്ഥം, ഈ മെട്രിക്സിനെ 101 എന്ന് പറയുന്ന വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 101 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോണത് 2 -1 1 4 -4 0 2 -1 1 എന്നാണ് കിട്ടുക. അതായത് ഈ വെക്ടർ എക്സ് ആണെങ്കിൽ നമുക്ക് ഈ വെക്ടർ എം ആണ്. അപ്പം m × x എന്തെന്ന് തന്നെ കിട്ടി, എക്സ് എന്ന് തന്നെ കിട്ടി, സെയിം എക്സ് ആണല്ലോ. ഓക്കെ, സോ അതായത് mx = x എന്ന് കിട്ടി. അതിന്റെ അർത്ഥം എന്താ, mx = 1x അല്ലേ. അപ്പൊ അതെന്ത് നമ്മൾ എഴുതുമ്പോൾ mx = λx എന്ന് എഴുതി കഴിഞ്ഞാൽ ലാംഡയുടെ വാല്യൂ 1 ആണ്. അതായത് mx = λx ആകുമ്പോഴാണ് നമ്മൾ ലാംഡാനെ എമ്മിന്റെ ഈഗൺ വാല്യൂ എന്ന് വിളിക്കുക.
അപ്പൊ ഇവിടെ എം എക്സ് ഈക്വൽ ടു 1x ആയതുകൊണ്ട് 1 എന്തായിരിക്കും? ഈസ് ആൻ ഏഗൺ വാല്യൂ ഓഫ് എം ആയിരിക്കും. 1 ഈസ് ആൻ ഏഗൺ വാല്യൂ ഓഫ് എം ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് m⁴ പ്ലസ് m ഓഫ് എക്സ് അല്ലേ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് വേണ്ട എന്താണ്? വി വാണ്ട് m⁴ പ്ലസ് m ഓഫ് 101. ആ 101നെ നമ്മൾ എക്സ് എന്ന് വിളിച്ചു. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? m⁴ ഓഫ് എക്സ് പ്ലസ് m ഓഫ് എക്സ് എന്ന് എഴുതാം. സോ m ഓഫ് എക്സ് 1 ഇൻറ്റു എക്സ്, എക്സ് ആണ്. m ഓഫ് എക്സ് എന്താണ്? എക്സ് ആണ്. സോ m ഓഫ് എക്സ് എക്സ് ആണ്. അപ്പൊ m² ഓഫ് എക്സ് എന്ത് വരും? m ഓഫ് എക്സ് എന്ന് എഴുതിക്കൂടെ? സോ m ഓഫ് എക്സിന് പകരം mx വരെ എക്സ് എന്ന് എഴുതാം. സോ mx ആണ്. mxനെ വീണ്ടും എക്സ് എന്ന് എഴുതാം. ഓക്കെ, m² ഓഫ് എക്സ് എക്സ് കിട്ടി. സോ m³ ഓഫ് എക്സ് എന്ത് വരും? m² ഓഫ് m ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലേ? m² ഓഫ് m ഓഫ് തിരിച്ചെഴുതാം. m ഓഫ് m² ഓഫ് എക്സ് എന്ന് എഴുതാം ഈക്വൽ ടു m ഓഫ് m² ഓഫ് എക്സ് എന്ന് എഴുതാം. m ഓഫ് m² ഓഫ് എക്സ് ഓൾറെഡി എക്സ് ആണ്. സോ m ഓഫ് എക്സ് എന്ന് വരും. സോ m ഓഫ് എക്സ് വീണ്ടും എക്സ് വരും. സോ m³ ഓഫ് എക്സ് എന്ത് വരും? m³ ഓഫ് എക്സ് നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ m ഓഫ് m² ഓഫ് എക്സ് m⁴ ഓഫ് എക്സ് m⁴ ഓഫ് എക്സ് എന്ന് പറയുന്നത് m³ ഓഫ് m ഓഫ് എക്സ് എന്ന് എഴുതാം. m³ ഓഫ് എക്സ് എന്ന് എഴുതാം. m³ ഓഫ് എക്സ് വീണ്ടും എക്സ് ആയതുകൊണ്ട് m ഓഫ് എക്സ് എന്ന് എഴുതി. അപ്പൊ m⁻n ഓഫ് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എക്സ് തന്നെയാണ്, പൊറേനിയാണ് അല്ലേ? m⁻n ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ n ഗ്രേറ്റർ ടു 1. ഓക്കെ, ഫോർ ഓൾ ഗ്രേറ്റർ ടു 1. സോ m⁴ ഓഫ് എക്സിനെ നമുക്ക് എക്സ് എന്ന് എഴുതാം. m ഓഫ് എക്സിനെ നമുക്ക് എന്തെന്ന് എഴുതാം? എക്സ് എന്ന് എഴുതാം. സോ ഇതപ്പോൾ എന്ത് വരും? 2x എന്ന് വരും. സോ എക്സ് നമ്മുടെ ആരാണ്? 101 എന്ന് പറയുന്ന വെക്ടർ ആണ്. സോ 2x അപ്പം എന്ത് വരും? 2 into 101 equal to 202. So m⁴ plus m of x എന്ത് വരും? 202. So 202 is option B. Okay. ഈ ക്വസ്റ്റിന് ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ ഡി, m⁴ plus m of 101 എന്ന് പറയുന്ന ഓപ്ഷൻ. അതായത് നമ്മൾ ഈഗൺ വാല്യൂവിന്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുകയാണ്. ഈഗൺ വാല്യൂസ് അതിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമ്മൾ അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. സോ അടുത്തത് എട്ടാമത്തെ ക്വസ്റ്റ്യൻ. T from P to R to P to R be a linear transformation defined by T of P of x equal to P of x plus 1 for all P of x element of P2 of R. If M is the matrix representation of T with respect to the ordered basis 1x² of P2R, then which one of the following is true? Determinant of M is 2, rank of M is 2, 1 is the only eigenvalue of M, the nullity of M is 2. അപ്പൊ നമുക്ക് P2R എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഇവിടെ നൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. P2R എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് വിത്ത് ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. സോ ദാറ്റ് ഇസ് എ വെക്ടർ സ്പേസ്. ആ സ്പേസിലെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ് ടി എന്ന് പറയുന്നത്. ട്രാൻസ്ഫോർമേഷൻ എന്താണ്? ടി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഇമേജ് എന്ന് പറയുന്നത് ടി ഓഫ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് പ്ലസ് 1 ആണ്. എക്സ് ഉള്ളിടത്തൊക്കെ എക്സ് പ്ലസ് 1 കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പൊ എക്സിലുള്ള ഒരു പോളിനോമിയൽ ആണെങ്കിൽ എക്സ് പ്ലസ് 1 എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 1 കൊടുത്ത് നമ്മൾ എക്സ്പാൻഡ് ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു പോളിനോമിയൽ ആയിരിക്കും കിട്ടുക. മൊറോവർ അതൊരു ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആകും. എന്നിട്ട് ആ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് വിത്ത് റെസ്പെക്ട് ടു ദ ഓർഡേർഡ് ബേസിസ് 1x² 1x² എന്ന് പറയുന്നത് P2R ഒരു ബേസിസ് ആകും എന്നറിയാം. ആ ബേസിസിൽ മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, നമുക്ക് ഈ ട്രാൻസ്ഫോർമേഷനും ഈസി ആയിട്ട് നമുക്ക് മെട്രിക്സ് എഴുതാം. ഓക്കെ, സോ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ എന്താണ്? പി ഓഫ് എക്സ് ഈക്വൽ ടു പി ഓഫ് എക്സ് പ്ലസ് 1. ദെൻ നമുക്ക് എങ്ങനെയാണ് എഴുതുക? നമുക്കറിയാം 1x² എന്ന് പറയുന്നത് ബേസിസ് ആണ്. ഓരോ ബേസ് എലമെന്റിന്റെ ഇമേജ് കണ്ടുപിടിക്കുക. ടി ഓഫ് 1 എന്ന് പറയുന്നത് 1-നകത്ത് എക്സ് ഒന്നുമില്ല. അപ്പൊ പി ഓഫ് എക്സ് പ്ലസ് എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. ടി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താകും? എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 1 കൊടുക്കുക. ടി ഓഫ് x² എന്താകും? എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 1 കൊടുക്കുമ്പോൾ എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ഈ ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം.
പി ഓഫ് എക്സ് എന്ന് പറയുന്നത് പി ഓഫ് എക്സ് പ്ലസ് വൺ എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ P2Rലെ ഒരു പോളിനോമിയൽ നമ്മൾ എടുത്തു. ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ 2x² പ്ലസ് 3x പ്ലസ് 1 എന്ന് പറഞ്ഞാൽ ഈ പോളിനോമിയലിന്റെ ഇത് പി ഓഫ് എക്സ് ആണെങ്കിൽ ഇതിന്റെ ടി ഓഫ് പി ഓഫ് എക്സ് എന്താ വരാൻ പോവാ? ടി ഓഫ് പി ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു എക്സ് ഉള്ളിടത്തൊക്കെ എക്സ് പ്ലസ് 1 കൊടുക്കുക. പി ഓഫ് എക്സ് പ്ലസ് 1 എന്നാണല്ലോ തന്നിരിക്കുന്നത്. പി ഓഫ് 10 എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എക്സിനകത്ത് എക്സിന്റെ സ്ഥാനത്ത് 10 കൊടുക്കുക. ഓക്കെ. പി ഓഫ് 20 എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എക്സിനകത്ത് എക്സിന്റെ സ്ഥാനത്ത് 20 കൊടുക്കുക. അപ്പോൾ പി ഓഫ് എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എക്സിനകത്ത് എക്സിന്റെ സ്ഥാനത്തല്ല എക്സ് പ്ലസ് 1 കൊടുക്കുക. അപ്പം 2x² പ്ലസ് 3x പ്ലസ് 1 ആണ് പോളിനോമിയൽ എങ്കിൽ അതിനകത്ത് ടി ഓഫ് ആ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിനകത്ത് എക്സ് ഉള്ളിടത്തല്ല എന്ത് കൊടുക്കണം? എക്സ് പ്ലസ് 1 കൊടുക്കണം. ഓക്കെ. അപ്പൊ 2 ഇൻറ്റു എക്സ് പ്ലസ് 1 സ്ക്വയർ പ്ലസ് 3 ഇൻറ്റു എക്സ് പ്ലസ് 1 പ്ലസ് 1 എന്നാണ് വരിക. ഓക്കെ. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 പ്ലസ് 3x പ്ലസ് 3 പ്ലസ് 1 എന്ന് വരും. ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 സ്ക്വയർ പ്ലസ് 4x പ്ലസ് 3x 7x പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 1 6. അപ്പൊ ഇതാണ് ടി ഓഫ് പി എക്സ് എന്ന് പറയുന്ന ഇമേജ്. ഓക്കെ. ഈ പോളിനോമിയലിന്റെ ഇമേജ് എന്ന് പറയുന്നത് ഇതാ, ഈ ഒരു പോളിനോമിയലാണ് ഇത്. അങ്ങനെ നമ്മൾ ജസ്റ്റ് സ്റ്റാൻഡേർഡ് ബേസിസ് എലമെന്റിനെ മാത്രമേ നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നുള്ളൂ. പക്ഷെ ഇത് ഇതിവിടെ നമ്മൾ എക്സ്പാൻഡ് ചെയ്തണം എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1. ഓക്കെ. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? വണ്ണിനെ നമുക്ക് ഇത് ഈ സ്റ്റാൻഡേർഡ് ബേസിനെ തന്നെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതുമ്പോൾ 1 ഇൻറ്റു 1 പ്ലസ് 0 ഇൻറ്റു എക്സ് പ്ലസ് 0 ഇൻറ്റു എക്സ് സ്ക്വയർ. ഇതിനെ എങ്ങനെ എഴുതിയത് നമ്മൾ? 1 ഇൻറ്റു 1 പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 0 ഇൻറ്റു എക്സ് സ്ക്വയർ. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതി? 1 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ. ഈ കോഎഫിഷ്യന്റ് നമ്മൾ റോ ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ മെട്രിക്സ് പറയുക. അപ്പൊ ഫസ്റ്റ് റോ ഈ പറഞ്ഞ 1 0 0 അവിടെ ടിയുടെ മെട്രിക്സ്. സെക്കൻഡ് റോ 1 1 0 1 1 0. അടുത്തത് 1 2 1 ഫോളോ ആയിട്ട് എഴുതാം. സോ ഇതാണ് ടി എന്ന് പറയുന്ന മെട്രിക്സ്. ഇനി ഈ മെട്രിക്സിനെ പറ്റിയിട്ടാണ്, ഇതിനെ എം എന്നാണ് അവർ വിളിച്ചിരിക്കുന്നത്. ഓക്കെ. ഈ എം ഇത് മെട്രിക്സ് റെപ്രസെന്റേഷൻ ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു ദിസ് ബേസിസ്. സോ ഈ എമ്മിന്റെ എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ എമ്മിന്റെ ഡിറ്റർമിനന്റ് ഒക്കെ കണ്ടുപിടിക്കണം. സോ എം ഇവിടെ ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ് അല്ലേ? ദിസ് ആൻ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ്. സോ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആവുമ്പോൾ അല്ലെങ്കിൽ ലോവർ ട്രയാങ്കുലർ മെട്രിക്സ് ഒക്കെ ആവുമ്പോൾ അതിന്റെ ഈഗൻ വാല്യൂസ് എന്തായിരിക്കും? ഈ ഡയഗണൽ എൻട്രീസ് ആയിരിക്കും. ഓക്കെ. ഡയഗണൽ എൻട്രീസ് ആയിരിക്കും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിനും ലോവർ ട്രയാങ്കുലർ മെട്രിക്സിനും. അതേപോലെ ഡയഗണൽ മെട്രിക്സ് അപ്പർ ലോവറിലും ഒക്കെ ആണല്ലോ. അപ്പോൾ ഇതിന്റെയൊക്കെ ഈഗൻ വാല്യൂസ്. അപ്പൊ ഇതിന്റെ ഈഗൻ വാല്യൂസ് എന്ത് വരും? ഈഗൻ വാല്യൂസ് 1 1 1 ആണ്. അപ്പോൾ ഇതിന്റെ പ്രോഡക്റ്റ് ആണ് ഡിറ്റർമിനന്റ്. 1 ആണ് ഡിറ്റർമിനന്റ്. റേസ് എത്രയാണ്? ഇതിന്റെ സം ആണ്. ഓക്കെ. അപ്പം ഈ മെട്രിക്സിന്റെ ഈ മെട്രിക്സിന്റെ റാങ്ക് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. എല്ലാ 3 നോൺ സീറോ റോസ് ആണ്. ഇതിന്റെ റാങ്ക് 3 ആണ്. റാങ്ക് ഓഫ് എം എന്ന് പറയുന്നത് എന്താണ്? 3 ആണ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഓപ്ഷൻസ് ഡിറ്റർമിനന്റ് ഓഫ് എം ഈസ് 2 തെറ്റാണ്. റാങ്ക് ഓഫ് എം 2 തെറ്റാണ്. റാങ്ക് ഓഫ് എം 3 ആണ്. 1 ഇസ് ദ ഓൺലി ഈഗൻ വാല്യൂ. അത് ശരിയാണ്. കാരണം ഇതിന്റെ ഈഗൻ വാല്യൂസ് എല്ലാം എന്താണ്? 1 ആണ്. നള്ളിറ്റി എന്ത് വരും? നള്ളിറ്റി 0 ആണ് വരിക. ഓക്കെ. കാരണം റാങ്ക് നള്ളിറ്റി തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ റാങ്കിന്റെ നള്ളിറ്റിന്റെ സം എടുക്കുമ്പോൾ നമുക്ക് ഫുൾ വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ കിട്ടണം. ഓക്കെ. 3 കിട്ടണം. സോ നള്ളിറ്റി 0 ആണ്. അപ്പം 1 ഇസ് ദ ഓൺലി ഈഗൻ വാല്യൂ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ. ഓപ്ഷൻ സി. അടുത്തത് ഒരു ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ജി ബി എ ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ് ഓഫ് ഓർഡർ 10. Let x naught be an element of order 2 in G. If capital X equal to set of all x in G such that x cube equal to x naught, then which one of the following is true? Okay. ഗ്രൂപ്പിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. Then x has exactly 1 element, x has exactly 2 element, x has 3 element, x ഒരു empty. സോ എക്സിന്റെ കാർഡിനാലിറ്റി പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കത് നോക്കാം. ഓക്കെ. സോ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നോക്കുക. ജി ഒരു ഫൈനൈറ്റ്, ജിയുടെ പ്രോപ്പർട്ടീസ് ഒന്ന് നമുക്ക് എഴുതാം. ജി ഒന്നാമത്തെ പ്രോപ്പർട്ടി
ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ്, ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പാണ് ഓഫ് ഓർഡർ 10. ജിയുടെ ഓർഡർ എത്രയാണ്? 10 ആണ്. ജിയിൽ 10 എലമെന്റ്സ് ആണ് ഉള്ളത്. ഇനി പിന്നെ തന്നിരിക്കുന്നത് എക്സ് നോട്ട് ബി ആൻ എലമെന്റ് ഓഫ് ഓർഡർ 2. എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു എലമെന്റ് ജിയിലുള്ളതാണ്. ഓർഡർ ഓഫ് എക്സ് നോട്ട് 2 ആണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എക്സ് നോട്ടിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമുക്ക് ഈ കിട്ടും. പിന്നെ എക്സ് എന്ന് പറയുന്ന സെറ്റ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ ദ ഗ്രൂപ്പ് സാറ്റിസ്ഫൈങ് ദ കണ്ടീഷൻ എക്സ് ക്യൂബ് ഈക്വൽ ടു എക്സ് നോട്ട്. ഏതൊക്കെ ഗ്രൂപ്പിലെ ഏതൊക്കെ എലമെന്റിനെ 3 പ്രാവശ്യം ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് എക്സ് നോട്ട് കിട്ടുന്നത്, ആ എലമെന്റ്സുകളെല്ലാമാണ് എക്സ് എന്ന് പറയുന്ന സെറ്റിൽ വരിക. അതൊരു ജസ്റ്റ് ഒരു സെറ്റാണ്. അതിൽ ആ സെറ്റിന്റെ നമ്പർ ഓഫ് എലമെന്റ്സിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എക്സ് നോട്ട് ഒരു ഗ്രൂപ്പിലെ എലമെന്റ് ആണ്. എക്സ് നോട്ട് സ്ക്വയർ ചെയ്യാൻ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എക്സ് നോട്ടിന്റെ ക്യൂബ് എന്താന്ന് നോക്കാം. എക്സ് നോട്ടിന്റെ ക്യൂബ് എടുക്കുമ്പോൾ നമുക്ക് അതിനെ എക്സ് നോട്ട് സ്ക്വയർ ഇൻറ്റു എക്സ് നോട്ട് ആണല്ലോ. സോ എക്സ് നോട്ട് സ്ക്വയർ ഇ ആയതുകൊണ്ട് ഈ എക്സ് നോട്ട് എന്ന് വരും, അത് എക്സ് നോട്ട് എന്ന് വരും. ഗ്രൂപ്പിലെ എലമെന്റിനെ ഐഡന്റിറ്റി കൊണ്ടിട്ടുള്ള ഇത് ആ എലമെന്റ് തന്നെ വരും. സോ എക്സ് നോട്ട് ക്യൂബ് എക്സ് നോട്ട് കിട്ടുന്നു. അപ്പൊ നമ്മുടെ എക്സിലുള്ള എലമെന്റ് എന്തുകളാണ്? ക്യാപിറ്റൽ എക്സിലുള്ള എലമെന്റ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ എലമെന്റിന്റെ ക്യൂബ് എടുക്കുമ്പോൾ എക്സ് നോട്ട് വരുന്നു, ആ എലമെന്റുകളൊക്കെയാണ് ക്യാപിറ്റൽ എക്സ് വരിക. അപ്പൊ നമുക്കിവിടെ എക്സ് നോട്ടിന്റെ ക്യൂബ് എടുക്കുമ്പോൾ സ്മോൾ എക്സ് നോട്ട് കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്മോൾ എക്സ് നോട്ട് നമ്മുടെ ക്യാപിറ്റൽ എക്സിൽ ഉണ്ടാവും. ശരിയല്ലേ? സ്മോൾ എക്സ് നോട്ട് ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന സെറ്റിൽ ഉണ്ടാവും. അപ്പം നമ്മുടെ ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്ന സെറ്റ് ഒരിക്കലും നോൺ എം ടി അല്ല. ഓക്കെ, സോ ക്യാപിറ്റൽ എക്സ് ഈസ് നോൺ എം ടി. സോ ഇവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് എക്സ് ഈസ് ആൻ എം ടി സെറ്റ്, അത് തെറ്റാണ്. ഓക്കെ, നോൺ എം ടി സെറ്റ് ആണ്, കാരണം എക്സ് നോട്ട് എന്ന് പറയുന്ന എലിമെന്റ് അതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു എലിമെന്റ് ഏതോ ഒരു എക്സ് നോട്ട് എന്ന് പറയുന്ന നമുക്ക് തന്നിട്ടുള്ള എലിമെന്റ് ക്യാപിറ്റൽ എക്സിലുള്ള ഒരു എലിമെന്റ് ആണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം, നൗ എക്സ് നോട്ട് ജിയിലെ ആണ്, അതുപോലെ തന്നെ എക്സ് നോട്ട് എക്സിലെ ആണ്. ഓക്കെ, അതുകൊണ്ട് അത് ഇനി മറ്റൊരു കാര്യം, എക്സ് നോട്ട് സ്ക്വയർ ഇ ആണ്. അപ്പം നമുക്ക് എക്സ് നോട്ട് റേസ് ടു 6 എന്ത് വരും നോക്കാം. എക്സ് നോട്ട് റേസ് ടു 6 എന്ന് പറയുന്നത് ഐ മീൻ എക്സ് നോട്ട്, നമുക്ക് ഈ കാര്യങ്ങൾ നമ്മൾ കണ്ടു. അതായത് ഇതൊക്കെയാണ് എക്സ് നോട്ട് ജിയിലാണ്, എക്സ് നോട്ട് എക്സിലുണ്ട്, എക്സ് നോട്ട് സ്ക്വയർ ഇ ആണ്. ഇനി എക്സ് നോട്ട് അതേപോലെ തന്നെ എക്സിലുള്ള കൊണ്ട് നമുക്ക് എക്സ് നോട്ട് ക്യൂബ് എക്സ് നോട്ട് ആണ് അല്ലേ. എക്സ് നോട്ട് ക്യൂബ് എക്സ് നോട്ട് ആണ്. എക്സ് നോട്ട് ക്യൂബ് എക്സ് നോട്ട് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എക്സ് നോട്ട് റേസ് ടു 6 എന്ന് പറയുന്നത് എക്സ് നോട്ട് സ്ക്വയറിന് തുല്യമാണ്. എക്സ് നോട്ട് സ്ക്വയർ വീണ്ടും ഇ ആണ്. അതായത് എക്സ് നോട്ട് റേസ് ടു 6 ഇ ആണ് അല്ലേ. എക്സ് നോട്ട് റേസ് ടു 6 എന്താണ്? ഇ ആണ്. സോ എക്സ് നോട്ട് റേസ് ടു 6 ഇ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓർഡർ ഓഫ് എക്സ് നോട്ട് എന്ന് പറയുന്നത് ഡിവൈഡ് 6 ആണ്. സോ ഓർഡർ ഓഫ് എക്സ് നോട്ട് മേ ബി 1 or 2. സോറി, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് റിക്കളക്ട് ചെയ്യുകയാണ്. അതായത് നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഓർഡർ ഓഫ് ഒരു അബിലിയൻ ഗ്രൂപ്പാണ്, ഓർഡർ 10 ആണ്. ദെൻ എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്, എക്സ് നോട്ട് സ്ക്വയർ ഇ ആണ്. അതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലായി? എക്സ് നോട്ട് എക്സിലെ ഒരു എലമെന്റ് ആണ് നമുക്ക് മനസ്സിലായി. ഓക്കെ ഓക്കെ, നമുക്കറിയേണ്ടത് അപ്പോൾ എക്സ് ഒരു എം ടി സെറ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ മാറ്റി. ഓക്കെ, നമുക്കറിയേണ്ടത് എക്സിന്റെ കാർഡിനാലിറ്റി ആണ് അല്ലേ, എക്സിലെ നമ്പർ ഓഫ് എലമെന്റ്സിന്റെ എണ്ണമാണ്. അപ്പം നമുക്ക് നോക്കാം, ഒരു എലമെന്റ് നമ്മൾ ക്യാപിറ്റൽ എക്സിൽ നിന്ന് എടുക്കുവാണ്. നൗ എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് നമ്മൾ എടുക്കുവാണ്. അപ്പം നമുക്ക് എന്ത് എഴുതാം? എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് നോട്ട് ആണ് അല്ലേ. എക്സ് ക്യൂബ് എന്ന് പറയുന്നത് എക്സ് നോട്ട് ആണ്. സോ എക്സ് ക്യൂബ് എക്സ് നോട്ട് ആയതുകൊണ്ട് എക്സ് ക്യൂബ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് നോട്ട് സ്ക്വയർ ആണ്. അല്ലെങ്കിൽ എക്സ് റേസ് ടു 6 എന്ന് പറയുന്നത് എക്സ് നോട്ട് സ്ക്വയർ ആണ്. എക്സ് നോട്ട് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഇ ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഇ ആണ്. സോ എക്സ് റേസ് ടു 6 എന്ന് പറയുന്നത് ഇ ആണ്. അതായത് എക്സ് ക്യാപിറ്റൽ എക്സിലെ ഒരു എലമെന്റ് ആണെങ്കിൽ എക്സ് റേസ് ടു 6 ഇ ആണ്. ഓക്കെ, ഫൈൻ. സോ അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഓർഡർ ഓഫ് എക്സ് ഡിവൈഡ് 6 എന്ന് പറയാൻ പറ്റും അല്ലേ. എക്സ് റേസ് ടു 6 ഇ ആയതുകൊണ്ട് ഓർഡർ ഓഫ് എക്സ് ഡിവൈഡ് 6 എന്ന് പറയാൻ പറ്റും. സോ ഓർഡർ ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 വരാം, 2 വരാം, 3 വരാം, 6 വരാം. ഇത്രയും പോസിബിലിറ്റി ആണുള്ളത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സപ്പോസ് ഓർഡർ ഓഫ് എക്സ് 1 ആണെങ്കിൽ എന്ത് പറയാൻ പറ്റും? എക്സ് ഇ ആണ്. ഓക്കെ,
എക്സ് ഇ ആകുമ്പോൾ എന്ത് സംഭവിക്കും? എക്സ് ഇ ആണെങ്കിൽ നമുക്ക് എക്സ് ക്യൂബ് ഇ ആയിരിക്കില്ലേ? എക്സ് ക്യൂബ് ഇ ആണെങ്കിൽ എക്സ് ജിയിലാണ്, എക്സ് ക്യൂബ് എക്സ് നോട്ട് ആണ്. അപ്പൊ ഇ ഈക്വൽ ടു എക്സ് നോട്ട് എന്ന് വരും. അത് പറ്റില്ലല്ലോ. കാരണം എന്താണ്? എക്സ് നോട്ടിന്റെ ഓർഡർ 2 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഒരിക്കലും എന്താവില്ല, ഓർഡർ ഓഫ് എക്സ്, എക്സിന്റെ എക്സ് 1 ഒരിക്കലും വരില്ല. ഓക്കെ, സോ 1 എന്ന് പറയണ, സോ 1 2 3 6 എന്ന് പറയുന്ന ചോയ്സിലെ 1 ഒരിക്കലും വരത്തില്ല ഓർഡർ ഓഫ് എക്സ്. പിന്നെ ഓർഡർ ഓഫ് എക്സ് 2 വേണേ വരാം. ഓർഡർ ഓഫ് എക്സ് 3, ഓർഡർ ഓഫ് എക്സ് 3 വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓർഡർ ഓഫ് എക്സ് 2 അവിടെ നിൽക്കട്ടെ, 2 നമുക്ക് സെപ്പറേറ്റ് ചെക്ക് ചെയ്യാം. ഓർഡർ ഓഫ് എക്സ് 3 വന്നെന്ന് നമുക്കറിയാം ഓർഡർ ഓഫ് ആൻ എലമെന്റ് ഡിവൈഡ്സ് ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് ആണ് അല്ലേ? ഓർഡർ ഓഫ് ദ ഗ്രൂപ്പ് 10 ആയതുകൊണ്ട് 3 ഒരിക്കലും 10നെ ഡിവൈഡ് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് എന്ത് വരില്ല? ഓർഡർ ഓഫ് എക്സ് 3 വരില്ല. അതുപോലെ തന്നെ ഓർഡർ ഓഫ് എക്സ് എന്ത് വരില്ല? 6ഉം വരത്തില്ല. കാരണം കഴിഞ്ഞാൽ ഓർഡർ ഓഫ് എക്സ് എന്താണ്? ഓർഡർ ഓഫ് ജിനെ ഡിവൈഡ് ചെയ്യുമോ? ഇല്ലല്ലോ. സോ 6ഉം വരത്തില്ല. ഇനി 2 ആണ് ബാക്കി നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് എന്ന് പറയുന്ന ഒരു എലമെന്റ് ക്യാപിറ്റൽ എക്സിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ആ എലമെന്റിന്റെ ഓർഡറിന്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത്, എക്സിന്റെ എലമെന്റിന്റെ ഓർഡറിന്റെ ഒരു പോസിബിലിറ്റി എന്ന് പറയുന്നത് 2 ആണ്. കാരണം 2 ഓർഡറുള്ള എലമെന്റ് എക്സിലുണ്ടെന്ന് നമുക്കറിയാം. കാരണം എക്സ് നോട്ട് ഓൾറെഡി എക്സിലുള്ള ഒരു എലമെന്റ് ആണല്ലോ. എക്സ് നോട്ടിന്റെ ഓർഡർ 2 ആണ്. അപ്പം നമുക്കറിയാം ക്യാപിറ്റൽ എക്സിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എക്സിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ആൻ എലമെന്റ് ഇൻ, അല്ലെങ്കിൽ ആൻ എക്സ് എലമെന്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് ഇംപ്ലൈസ് ഓർഡർ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 2. ഓർഡർ, ആ എക്സിലുള്ള ഒരു എലമെന്റിന്റെ ഓർഡർ 2 ആയിരിക്കും. ഓക്കെ, എക്സിലുള്ള ഒരു എലമെന്റിന്റെ ഓർഡർ 2 ആയിരിക്കും. പിന്നെ എക്സ് നോട്ട് എന്ന് പറയുന്ന ഒരു എലമെന്റ് തീർച്ചയായിട്ടും എക്സിലുണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിച്ചു. ഓക്കെ, ആൻഡ് എക്സ് നോട്ട് ആൻ എലമെന്റ് ബിലോങ്സ് ടു എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ മറ്റൊരു കാര്യം യൂസ് ചെയ്യണം. നമുക്ക് തന്നിട്ടുണ്ട് ഒരു ഫൈനൈറ്റ് അബിലിയൻ ഗ്രൂപ്പ് ആണ്. അബീലിയൻ എന്ന് പറയുന്ന സാധനം നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. സോ ഫൈനൈറ്റ് അബീലിയൻ ഗ്രൂപ്പ് ആണ് നമ്മുടെ ഗ്രൂപ്പ് തന്നിട്ടുണ്ട് 10 ഓർഡർ ഉള്ള. ഓക്കെ, അപ്പൊ നമുക്കറിയാം 10 ഓർഡർ ഉള്ള അബീലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 10 എന്തൊക്കെയാണ് നമുക്കറിയാം. ഒന്ന് Z10 ആണ്, 2 Z2 ക്രോസ് Z5 ആണ്. ഓക്കെ, Z10ഉം Z2 ക്രോസ് Z5 ആണ് അബിലിയൻ ഗ്രൂപ്പ്സ് ഓഫ് ഓർഡർ 10 വരിക. ഇതിലെ 2 ഓർഡർ എലമെന്റ്സ് എന്താണ് വരിക? Z10ല് ഒരു 2 ഓർഡർ എലമെന്റ് ഉള്ളൂ, അത് 5 ആണ്. ഓക്കെ, 5 എന്ന് പറയുന്ന എലമെന്റ് ആണ് ഓർഡർ 2 ഉള്ള എലമെന്റ്. ഇതിലെ ഓർഡർ 2 ഉള്ള ഒരു എലമെന്റേ ഉള്ളൂ, അത് ശരിക്കും അത് വരാൻ പോണത് 10 ആണ്. 10 എന്ന് പറയുന്ന എലമെന്റ് ആണ് ഓർഡർ 2 ഉള്ള ഇവിടുത്തെ എലമെന്റ്. ഓക്കെ, ഈ ഗ്രൂപ്പിലാണെങ്കിലും ഒറ്റ ഒരു എലമെന്റേ ഉള്ളൂ 5 ഓർഡർ 5. ഈ ഗ്രൂപ്പിലാണെങ്കിലും ഒറ്റ എലമെന്റേ ഉള്ളൂ 10. അപ്പൊ നമുക്ക് എന്ത് സംഭവിക്കും? എക്സ് നോട്ട് എന്ന് പറയുന്നത് ഈ എലമെന്റുകളായിട്ടാണ് വരിക. അപ്പോൾ ക്യാപിറ്റൽ എക്സിൽ എത്ര എലമെന്റുകൾ മാത്രമേ ഉള്ളൂ? ഒറ്റ ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ അല്ലേ? ഓർഡർ 2 ഉള്ള ഈ എലമെന്റുകളാണ് എക്സ് നോട്ട് ആയിട്ട് വരിക. ഓക്കെ, സോ കാർഡിനാലിറ്റി ഓഫ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. ഒരു എലമെന്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഓപ്ഷൻ എ. ഓക്കെ, അടുത്തൊരു ഇന്റഗ്രേഷന്റെ ക്വസ്റ്റ്യൻ ആണ്, ഒരു ഡബിൾ ഇന്റഗ്രൽ. ദ വാല്യൂ ഓഫ് ഇന്റഗ്രൽ 0 to 1 ഇന്റഗ്രൽ റൂട്ട് y to 1 3 e power x cube dx dy. ഓക്കെ, ഈസ് ഈക്വൽ ടു. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. 0 to 1 റൂട്ട് y to 1 3 e raised to x cube dx dy. ഓക്കെ, അപ്പൊ ഇതിന്റെ റീജിയൻ നമുക്കൊന്ന് നോക്കാം. സോ റീജിയൻ വരാൻ പോണത്, സോ നമുക്ക് വേരിയേഷൻസ് തന്നിരിക്കുന്നത് എന്താണ്? y വേരിയേഷൻസ് ഫ്രം 0 to 1, x വേരീസ് ഫ്രം റൂട്ട് y to 1. ഓക്കെ, സോ ഇതിൽ നമുക്ക് x വേരീസ് ഫ്രം റൂട്ട് y. സോ x ഈക്വൽ ടു റൂട്ട് y മീൻസ് വാട്ട്? y ഈക്വൽ ടു x സ്ക്വയർ. ഇറ്റ്സ് എ പരാബോള. ഇതാണ് ആ പരാബോള. ആൻഡ് x ഗോയിങ് ടു 1. x വേരീസ് ഫ്രം റൂട്ട് y to x ഈക്വൽ ടു 1. x ഈക്വൽ ടു 1 ഈ ലൈനാണ്. ആൻഡ് y വേരീസ് ഫ്രം 0 to y varies from 1. This is 1 1. ഓക്കെ, ഇതാണ് നമ്മുടെ റീജിയൻ. അപ്പൊ ഇവര് തന്നിരിക്കുന്നത് എങ്ങനെയാണ്? 0 to 1 റൂട്ട് y to 1. ഇതിന്റെ ഇന്റഗ്രേഷന്റെ വേരിയേഷൻ എടുത്തിരിക്കുന്നത്
ഈ രീതിയിലാണ് വേരിയേഷൻ ഗിവൺ തന്നിരിക്കുന്നത്. ഗിവൺ കാരണം എക്സ് ആണല്ലോ വേരി ചെയ്യുക ഫസ്റ്റ്. എക്സ് വേരീസ് ഫ്രം √y ടു എക്സ് ഈക്വൽ ടു 1. ദെൻ ഈ സ്ട്രിപ്പിനെ നമ്മൾ താഴെ മുതൽ മോളി വരെ വേരി ചെയ്യിപ്പിക്കും. സോ നമ്മൾ ഇത് കണ്ടിന്യൂറ്റിയും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് നമ്മൾ ഫിബിനീസ് തിയറം അപ്ലൈ ചെയ്യുമെന്ന്. ഫിബിനീസ് തിയറം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ഈ രീതിയിൽ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഇന്റഗ്രലിന്റെ ഓർഡർ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് സ്ട്രിപ്പ് ഇങ്ങനെ എടുക്കേണ്ടി വരും. അപ്പം y വേരി ചെയ്യും. y ഈക്വൽ വേരീസ് ഫ്രം y ഈക്വൽ ടു x² വേരി ചെയ്യും. ദെൻ ഈ സ്ട്രിപ്പിനെ നമ്മൾ x ഈക്വൽ ടു 0 മുതൽ x ഈക്വൽ ടു 1 വരെ മൂവ് ചെയ്യിപ്പിച്ചാൽ മതി. സോ നമ്മൾ ആ വേരിയേഷൻ നമ്മൾ മാറ്റുവാണ്. ചേഞ്ച് ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് വരിക? നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഈ ഒരു വെർട്ടിക്കൽ ആയിട്ടുള്ള സ്ട്രിപ്പ് നമ്മൾ എടുക്കുകയാണ്. സോ അതിൽ y വേരീസ് ഫ്രം 0 ടു x² ആൻഡ് ദാറ്റ് സ്ട്രിപ്പ് വേരീസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ദെൻ ദീസ് റീജിയൻ കവേഴ്സ്. ഓക്കെ, 0 to 1. Okay, so we write this as integral x equal to 0 to 1, integral y equal to 0 to x². So what is the function? 3e power x cube, 3e raised to x cube dy dx. ഇങ്ങനെ നമ്മൾ ഇതിനെ മാറ്റി എഴുതും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ മാറ്റി എഴുതുമ്പോൾ നമുക്ക് 3e power x cube എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. സോ 0 to 1 3e raised to x cube integral 0 to x² y dy. Okay, dx. So x varies from 0 to 1 3e raised to x cube. ഇന്റഗ്രൽ dy നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x² എന്ന് വരും, പുറത്ത് dx എന്ന് വരും. സോ ദിസ് ഈസ് 3e raised to x cube x². സോ ഇവിടെ നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം, u ഈക്വൽ ടു x ക്യൂബ്. സോ എക്സ് ഫ്രം 0 to 1 എന്നുള്ളത് u എങ്ങനെയാകും? x ക്യൂബ് ടു x ക്യൂബ്, 0 ക്യൂബ് ടു 1 ക്യൂബ്, 0 to 1 വരും. സോ ദിസ് ഈസ് ഇന്റഗ്രൽ 0 to 1 u. ദെൻ du by dx എന്ന് പറയുന്നത് 3x² ആണ്. സോ 3x² dxന് പകരം നമുക്ക് du എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ദെൻ e raised to x cube ആരാണ്? e raised to u du എന്ന് വളരെ സിമ്പിൾ ആയിട്ട് വരും. സോ ഇന്റഗ്രൽ e raised to u du എന്ന് പറയുന്നത് e മൈനസ് 1. ഓക്കെ, സോ e മൈനസ് 1 ആണ് ആൻസർ. ഓക്കെ, സോ ഓപ്ഷൻ എ ആണ് ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് ജസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, വാച്ച് ചെയ്യുക. താങ്ക് യു.